നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടനിറം കറുപ്പാണോ? ആണെങ്കിൽ നിങ്ങളെക്കുറിച്ച് സമൂഹം പലതും പറയുന്നുണ്ടാവാം അല്ലേ? എന്നാൽ കളർ സൈക്കോളജി, പ്രത്യേകിച്ച് കറുപ്പിന്റെ മനഃശാസ്ത്രം, നമ്മളെ ശരിക്കും അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കറുപ്പ് ഇഷ്ടപ്പെടുന്നവരെപ്പറ്റി നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു കാര്യമാണിത്, അല്ലേ? അവരെപ്പോഴും വിഷാദിച്ചിരിക്കുന്നവരാണ്, ആരോടും അധികം സംസാരിക്കാത്ത സാമൂഹിക വിരുദ്ധരാണ് എന്നൊക്കെ. ഒരുപക്ഷെ നിങ്ങൾക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഈ കേൾക്കുന്നതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? യഥാർത്ഥത്തിൽ മനഃശാസ്ത്രപരമായ പഠനങ്ങൾ പറയുന്നത് തികച്ചും വേറൊരു കാര്യമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒന്ന്. അപ്പോ ആ പൊതുധാരണകൾക്കപ്പുറം എന്താണ് സത്യമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കറുപ്പ് തിരഞ്ഞെടുക്കുന്നവരുടെ വ്യക്തിത്വത്തിലെ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിയന്ത്രണത്തോടും കൃത്യതയോടുമുള്ള ഒരു താൽപ്പര്യമാണ്. ഇത് വെറുതെ ഒരു ഇഷ്ടമെന്നതിലുപരി അവരുടെ ജീവിത രീതിയെ തന്നെയാണ് കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, കറുപ്പ് എന്ന നിറം എപ്പോഴെങ്കിലും മാറുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. വെയിലടിച്ചാലും മങ്ങില്ല. മറ്റേതെങ്കിലും നിറവുമായി ചേർത്താലും അതിന് കാര്യമായ മാറ്റം വരില്ല. ആ ഒരു സ്ഥിരതയില്ലേ, അതുതന്നെയാണ് കറുപ്പ് ഇഷ്ടപ്പെടുന്നവരുടെയും ഒരു പ്രധാന സ്വഭാവം. ഇങ്ങനെ മാറിമറിയുന്ന ട്രെൻഡുകളുടെ ഒന്നും പിന്നാലെ പോകാതെ സ്ഥിരതയിലും ഒരു ഓർഡറിലുമൊക്കെയാണ് അവർക്ക് കാര്യം. ഇതിന് ശരിക്കും നല്ല പ്രായോഗിക ഗുണങ്ങളുണ്ട് കേട്ടോ. ആപ്പിളിന്റെ സ്റ്റീവ് ജോബ്സിനെ ഓർമ്മയില്ലേ? അദ്ദേഹത്തിന്റെ ആ കറുത്ത ടോട്ടൽ നെക്ക് ഒരു സിഗ്നേച്ചർ തന്നെയായിരുന്നു. എന്നും രാവിലെ എന്ത് ഡ്രസ് ഇടണം എന്നാലോചിച്ച് സമയം കളയണ്ട, അതിലുപരി അത് ഭയങ്കരമായൊരു ആത്മവിശ്വാസത്തിന്റെയും പ്രായോഗികതയുടെയും ഒരടയാളമായി മാറി. ശരി, ഇനി അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് നമുക്ക് അവരുടെ വൈകാരിക ലോകത്തേക്ക് വരാം. കറുപ്പ് ഇഷ്ടപ്പെടുന്നവർ അത്ര ഫ്രണ്ട്ലി അല്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ടല്ലേ? അതിനെ തിരുത്തുന്ന ഒന്നാണ് വൈകാരിക കവചം എന്ന ഈ രണ്ടാമത്തെ സ്വഭാവം. മറ്റ് കളേഴ്സൊക്കെ ഒരു ഓപ്പൺനെസ്സിനെ സൂചിപ്പിക്കുമ്പോൾ കറുപ്പ് ഒരുതരം മാനസിക അതിർത്തി ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു മതിലായിട്ട് കാണണ്ട, പകരം ഒരു കവചമായി കണ്ടാ മതി. ഇവരെ സ്നേഹമില്ലാത്തവരല്ല, പക്ഷേ തങ്ങളുടെ വിലയേറിയ വൈകാരികമായ ഊർജം ആർക്കുവേണ്ടി കൊടുക്കണമെന്ന കാര്യത്തിൽ ഇവർക്ക് നല്ല ശ്രദ്ധയുണ്ടാവും. അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരൊരിക്കലും സാമൂഹിക വിരുദ്ധരല്ല, മറിച്ച് വൈകാരികമായി നല്ല ബുദ്ധിയുള്ളവരാണ്. തങ്ങളുടെ ചിന്തകളും വികാരങ്ങളുമൊക്കെ ആരുമായി പങ്കുവെക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ ഇവർ വളരെ ശ്രദ്ധാലുക്കളാണ്. ഒരാളെ പൂർണ്ണമായി വിശ്വസിച്ചാൽ മാത്രമേ അവർ തങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശനം കൊടുക്കുകയുള്ളൂ. ഇത് ഉയർന്ന ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു ലക്ഷണമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കറുപ്പ് ഇഷ്ടപ്പെടുന്നവരുടെ വ്യക്തിത്വത്തിലെ വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. അതൊരു ദ്വന്ദ്വ സ്വഭാവമാണ്. അതായത് ഒരേ സമയം പാരമ്പര്യത്തെ ബഹുമാനിക്കാനും അതേസമയം അതിനോട് ചെറുത്തു നിൽക്കാനുമുള്ള ഒരു കഴിവ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. കറുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഔദ്യോഗികമായ ടക്സിഡോയുടെ നിറമാണ്, വളരെ എലഗന്റ്. അതേസമയം നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന റോക്ക് മ്യൂസിക്കിന്റെയും റെബൽസിന്റെയും നിറവും കറുപ്പാണ്. അവരും ഇതുപോലെയാണ്. പാരമ്പര്യത്തെയും ക്വാളിറ്റിയെയും ബഹുമാനിക്കും, പക്ഷേ സമൂഹത്തിന്റെ നിയമങ്ങളൊന്നും കണ്ണടച്ച് വിശ്വസിക്കില്ല. അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്, അവരുടേതായ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് എപ്പോഴും ഒരു നിഗൂഢതയുണ്ടാകും, അല്ലേ? അതാണ് നമ്മുടെ നാലാമത്തെയും അവസാനത്തെയും സ്വഭാവം, ശക്തമായ നിഗൂഢത. ഇപ്പോ മഞ്ഞയോ ചുവപ്പോ പോലുള്ള നിറങ്ങൾ ഒറ്റയടിക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കും. എന്നാൽ കറുപ്പ് അങ്ങനെയല്ല. അതെന്തോ ഒരു രഹസ്യം സൂക്ഷിക്കുന്നത് പോലെയാണ്. അത് നമ്മളിൽ കൂടുതൽ അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ടാക്കും. എല്ലാം അങ്ങ് തുറന്നു പറയാതിരിക്കുന്നത് ഒരാളുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് അതിനു പിന്നിലെ സൈക്കോളജി. നിങ്ങളൊരു തുറന്ന പുസ്തകമല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും ആളുകൾ കൂടുതൽ വില കൽപ്പിക്കും. നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒരു കാന്തിക ശക്തിയുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ കറുപ്പ് നിറം ശ്രദ്ധയ്ക്ക് വേണ്ടി ബഹളം വെക്കുകയല്ല, മറിച്ച് നിശബ്ദമായി ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഈ യാത്രയുടെ അവസാനം എത്തുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. തുടക്കത്തിൽ നമ്മൾ കണ്ട വിഷാദിയും സാമൂഹിക വിരുദ്ധനും ഒന്നുമല്ല യഥാർത്ഥത്തിൽ കറുപ്പ് ഇഷ്ടപ്പെടുന്നയാൾ. പകരം നിയന്ത്രണത്തെ വിലമതിക്കുന്ന, വൈകാരികമായി ബുദ്ധിയുള്ള, പാരമ്പര്യത്തെയും ചെറുത്തുനിൽപ്പിനെയും ഒരുമിച്ചു കൊണ്ടുപോകുന്ന നിഗൂഢതയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളെയോ ഓർമ്മ വന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ചർച്ചകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോ അവസാനം ഈയൊരു ചോദ്യം ബാക്കിയാണ്. കറുപ്പ് എന്നത് വെറുതെ നിങ്ങൾ ധരിക്കുന്ന ഒരു നിറം മാത്രമാണോ? അതോ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെയും കുറിച്ചുള്ള ശക്തമായൊരു പ്രസ്താവന കൂടിയാണോ അത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.